എബ്രായലേഖനം 12-ാം അധ്യായമാണല്ലോ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ചയിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ച എബ്രായ ക്രിസ്ത്യാനികളെ ധൈര്യപ്പെടുത്തുവാൻ ഉണർത്തുവാനായി എഴുതിയ ലേഖനമാണ്. 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരെയൊക്കെ കുറിച്ച് പ്രസ്താവിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആകയാൽ നാമും ഓടേണം, ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ ധൈര്യമായി ഓടുവാനായി പറയുന്ന പല കാര്യങ്ങളുണ്ട് ഈ ലേഖനത്തിൽ. ഒന്നാമത്തെ വിഷയം നമ്മൾ ചിന്തിച്ചത് അതിന്റെ 1:12 മുതൽ 4 വരെയുള്ള വാക്യമാണ്. നാം നോക്കേണ്ടത് കർത്താവിനെയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ഭാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും യേശുവിനെ നോക്കിക്കൊണ്ട് ഓടണമെന്നാണ് ആദ്യത്തെ വിഷയം. യേശുവിനെ നോക്കിക്കൊണ്ട് പത്രോസ് ഇറങ്ങി കടലിൽ നടക്കുവാൻ തക്കവണ്ണം തീർന്നു. എന്നാൽ യേശുവിൽ നിന്നുള്ള നോട്ടം മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളത്തിൽ താണു പോകുവാൻ തക്കവണ്ണം തീർന്നു. യേശുവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നവരാരും ഒരിക്കലും താണു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. അവരെ ധൈര്യമായി മുന്നോട്ട് പോകുവാൻ ദൈവം അവർക്ക് ബലവും ശക്തിയും നൽകുന്നതാണ്. രണ്ടാമത്തെ വിഷയം 5 മുതൽ 13 വരെയുള്ള വാക്യമാണ്. 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ വിഷയം ക്ഷീണിക്കാതിരിക്കുവാൻ, ഗിവപ്പ് ചെയ്യാതിരിക്കുവാൻ, മടുത്തു പോകാതിരിക്കുവാൻ, ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ഉറപ്പുള്ളവരായിരിക്കണം. The assurance of the love of God. ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ഉറപ്പ്. ആ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായർ 12-ന്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഭാഗത്ത് ഈ എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 5 മുതൽ 13 വരെയുള്ള ഭാഗത്ത് കീ വേർഡ്, പ്രധാനപ്പെട്ട ഒരു പദം ശിക്ഷ. കർത്താവ് ശാസിക്കുന്നു, കർത്താവ് ശിക്ഷിക്കുന്നു, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. ചേസനിങ് എന്നുള്ളതാണ് അവിടുത്തെ തീമായി നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ആ വാക്കിന്റെ മൂല പദത്തിൽ നിന്നുള്ള മീനിങ് ചൈൽഡ് ട്രെയിനിങ്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന, അഭ്യസിപ്പിക്കുന്നതിന്റെ കാര്യമാണ്. ഡിസിപ്ലിൻ എന്നുള്ള അർത്ഥമുണ്ട്, ഇൻസ്ട്രക്ഷൻ എന്നുള്ള അർത്ഥമുണ്ട്. ഇതെല്ലാം ആ വേർഡിന്റെ അർത്ഥമാണ്. അപ്പോൾ ഈ ഭാഗത്തിന്റെ ചുരുക്കം ഇതാണ്: കർത്താവ് ശാസിക്കുമ്പോൾ, കർത്താവ് ശിക്ഷിക്കുമ്പോൾ, ബാലശിക്ഷ കഴിക്കുമ്പോൾ, ചേസനിങ് ചെയ്യുമ്പോൾ ഗിവപ്പ് ചെയ്യരുത്, എസ്കേപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിക്കരുത്. നാം അത് എക്സർസൈസ് ചെയ്യുവാൻ തന്നെ ഇടയാകണം. ജീവിതത്തിലെ ദൈവം തരുന്ന ശോധനയുടെയും കഷ്ടതയുടെയും നടുവിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അത് നമുക്ക് അനുഗ്രഹമായി തീരണം. 11-ാം വാക്യം അതാണല്ലോ പറയുന്നത്: ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നുന്നു, പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അഭ്യാസം, എക്സർസൈസ് ചെയ്യുക. എക്സർസൈസ് ടു ഗ്രോ സ്പിരിച്വലി. ആത്മീയമായി നാം വളരണം, ഗ്രോ ചെയ്യണം. ആത്മീയമായി വളരുവാനായിട്ടുള്ള എക്സർസൈസ് ആക്കി ജീവിതത്തിന്റെ ശോധനകൾ, സഫറിങ്ങുകളെ തീർക്കുവാൻ തക്ക ഇടയായി തീരണം. അതിന് സാധാരണ ഗതിയിൽ നമുക്ക് കഷ്ടത വരുമ്പോൾ, നമുക്ക് സഫറിങ് വരുമ്പോൾ, ശിക്ഷ വരുമ്പോൾ, ബാലശിക്ഷ വരുമ്പോൾ നാം ചെയ്യുന്നത് ദൈവം സ്നേഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം എന്നോട്
ഇങ്ങനെ ചെയ്തല്ലോ, ദൈവത്തിന് എന്നോട് ഇത്ര വലിയ വിഷമമാണല്ലോ, പ്രയാസമാണല്ലോ, ഇതൊക്കെ നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ ഭാഗം വായിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഈ പോർഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവം ശിക്ഷിക്കുന്നത്, ബാലശിക്ഷ കഴിക്കുന്നത്, അത് ദൈവത്തിന്റെ സ്നേഹമുള്ള ഹൃദയത്തിന്റെ ഭാഗമാണ്. ദൈവം ശിക്ഷിക്കുന്നത് കോപം കൊണ്ടല്ല, നമ്മോടുള്ളതായ വെറുപ്പ് കൊണ്ടല്ല. ദൈവം ശിക്ഷിക്കുന്നത് തന്റെ സ്നേഹത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ്. The 3 proofs that chastening came from the Father's heart of love. 1, 5, 6 വാക്യങ്ങൾ വായിച്ച വാക്യം തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഭാഗങ്ങളൊക്കെ പറയുന്നത് ലേറ്റായി വരുന്നവർക്ക് ഓർക്കാൻ വേണ്ടിയാണ്, എവിടാന്നൊക്കെ അറിയത്തില്ലല്ലോ. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. എബ്രായർ 12-ന്റെ 5 മുതൽ 13 വരെ. 5-6 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിക്കുകയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? 1, ദൈവം നമുക്ക് ബാലശിക്ഷ ഉണ്ടാക്കുമ്പോൾ അത് ദൈവത്തിന്റെ പ്ലാനാണ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് ദൈവവചനമാണ്. ഇത് തന്നെ ഏതോ ഒരു ഭാഗത്തുനിന്ന് ഉദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളതാണല്ലോ ഇൻവെർട്ടഡ് കോമാസിൽ അല്ലെങ്കിൽ കോട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഭാഗം അത് സദൃശവാക്യങ്ങളുള്ളതാണ്, നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം, 3-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. Proverbs 3:11-12 അവിടെ പറയുന്നു: മകനെ, കർത്താവ് ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. നിരസിക്കരുത്, മുഷിക്കുകയുമരുത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ പറയാണ്, ഇത് ഈ പ്രബോധനം, നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? അപ്പോൾ ഇവർക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ലേഖനകാരൻ ഇവിടെ ഉദ്ധരിക്കുന്നു സദൃശവാക്യത്തിലേക്ക്. പക്ഷേ അവരോട് പറയാണ്, നിങ്ങൾ അതങ്ങ് മറന്നുപോയോ? എബ്രായ ലേഖനത്തിൽ നമ്മൾ പലപ്പോഴും പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, അവരുടെ ആത്മീയജീവിതത്തിന്റെ ക്ഷീണത്തിനുള്ള ഒരു വിഷയം മാന്യമുള്ളവരായി തീർന്നു എന്നുള്ളതാണ്, ഡള്ളായി തീർന്നു എന്നുള്ളതാണ്. വചനം കേൾക്കുന്നു, വായിക്കുന്നു, എങ്കിലും അത് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ വരുന്നു. നമുക്കും അങ്ങനെ വരാറില്ലേ? ദൈവവചനം പ്രസംഗം കേട്ടാലും വചനം വായിച്ചാലും ഒന്നും അകത്തോട്ടൊന്നും കയറാത്ത പോലുള്ള അനുഭവം, അത് ആത്മീയ ജീവിതത്തിന്റെ ഒരു വലിയ രോഗമാണ്. അതിന് നാം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. എബ്രായലേഖനത്തിൽ നമ്മൾ ആ ഭാഗമൊക്കെ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും നിങ്ങൾ അതൊന്ന് മറന്നുപോയോ? അത് ഓർക്കണമെന്നാണ് ഇവിടെ ലേഖനകാരൻ പറയുന്നത്. ഇവിടെ പറയുന്ന ഒരു പദപ്രയോഗം ഈ ഭാഗത്ത് പ്രത്യേകിച്ച് 5 മുതൽ 8 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 6 പ്രാവശ്യം കാണുന്ന ഒരു പദപ്രയോഗമാണ് മകനെ എന്നുള്ളത്. സൺ, ചിൽഡ്രൻ എന്നൊക്കെ എഴുതിയിരിക്കുന്നതായ പദപ്രയോഗം മകനെ എന്നുള്ളത് ദൈവത്തിന്റെ പൈതൽ എന്നുള്ള മീനിങ്ങിൽ 6 പ്രാവശ്യം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു പ്രധാന ഭാഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മകനെ എന്ന് എഴുതുമ്പോൾ നമ്മൾ സാധാരണ വിളിക്കുന്ന രീതി അനുസരിച്ച് ലിറ്റിൽ ചിൽഡ്രൻ, കൊച്ചു കുഞ്ഞെന്നുള്ള രീതിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവിടുത്തെ മീനിങ് അങ്ങനെയല്ല. അവിടുത്തെ മീനിങ് ആ മകനെ എന്നുള്ള ആ പദം അഡൽട്ട് ചിൽഡ്രൻ, പ്രായപൂർത്തിയായ മക്കളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പ്രായപൂർത്തിയായ മക്കളുടെ കാര്യമാണ് അവിടെ കാണുവാനായി സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മെ എല്ലാവരും നമ്മെ അഡോപ്റ്റ് ചെയ്താണ്, ദത്തെടുത്തതാണ്. നമ്മെ ദൈവഭവനത്തിലേക്ക്, യോഗ്യതയില്ലാതിരുന്ന അന്യരായിരുന്ന നമ്മെ ദൈവഭവനത്തിലേക്ക് ദൈവം ദത്തെടുത്തപ്പോൾ, ദത്തെടുക്കുക എന്ന് പറയുമ്പോൾ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ വരുന്നത് കൊച്ചുകുഞ്ഞ് എന്നുള്ള ചിന്താഗതിയാണ്. എന്നാൽ കൊച്ചുകുഞ്ഞ് എന്നുള്ള നിലയിലല്ല റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, റോമർ 8-ന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ പറയുന്നു, മക്കൾ എന്നുള്ള രീതിയാണ് പറയുന്നത്. ദൈവാത്മാ നടത്തുന്ന ഇവരും മക്കളാകുന്നു, മക്കളെങ്കിലോ അവകാശികളാകുന്നു. ദൈവത്തിന്റെ 17-ാം വാക്യം പറയുകയാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്
അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അപ്പോൾ ഇവിടെ പറയുന്നത് ചെറിയ പ്രായമില്ലാത്ത ഇൻഫന്റ്, അതിൽ ലിറ്റിൽ ചിൽഡ്രൻ എന്നുള്ള മീനിങ്ങിലല്ല, അവകാശം പ്രാപിക്കുവാൻ, ഇൻഹെറിറ്റൻസ് എടുക്കുവാൻ യോഗ്യതയുള്ളവരായിട്ടാണ് നമുക്ക് അവിടെ പറയുന്ന മക്കളെ കുറിച്ച് കാണുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന എബ്രായ ലേഖനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന മക്കൾ എന്നുള്ളത് പ്രായപൂർത്തി വന്ന മക്കളെ കുറിച്ചാണ്. ഗലാത്യ ലേഖനത്തിലും പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവിടെയും പറയുന്ന ഈ ദത്തെടുത്തു എന്നുള്ള മീനിങ്ങിൽ പറയുന്നത് പ്രായപൂർത്തിയായ ആളിനെ കുറിച്ചാണ്. 4 മുതൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 4. അവിടെ പറയാണ്, അവകാശി സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും ഉള്ളവനല്ല എന്ന് പറഞ്ഞിട്ട് താഴെ നിന്ന് പറയുകയാണ്. താഴെ ഇങ്ങോട്ട് വരുമ്പോൾ പറയുകയാണ് 6-ാം വാക്യം, നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവത്താൽ അവകാശിയുമാകുന്നു. അപ്പോൾ അവകാശം എടുക്കത്തക്ക രീതിയിൽ, അത് റിസീവ് ചെയ്യത്തക്ക രീതിയിൽ, പ്രാപിക്കത്തക്ക രീതിയിലുള്ള മച്യൂരിറ്റി വന്ന ആളിനെയാണ് ഇവിടെ മക്കൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ശിക്ഷ എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ ചെയ്യുന്നതിനെ കുറിച്ചാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ കഠിനമായി ശിക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഒട്ടും നിരക്കുന്ന കാര്യമല്ല. എന്നാൽ പ്രായപൂർത്തിയായ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ അവര് നല്ല അഡൽട്ടായി തീരണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കേണ്ടത് ആവശ്യമാണ്, ശിക്ഷ കൊടുക്കേണ്ടത് ആവശ്യമാണ്, ഡിസിപ്ലിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിതാവ് ആയതുകൊണ്ടാണ് ശിക്ഷ കൊടുക്കുവാൻ തക്കവണ്ണം മക്കളാകുന്ന നമുക്ക് പിതാവായതുകൊണ്ടാണ് നമ്മെ അവൻ ശിക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ശിക്ഷ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നാം സഫറിങ്ങിലൂടെ, ബാലശിക്ഷയിലൂടെ, ചേസനിങ്ങിലൂടെ ഒക്കെ കടന്നു പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നാം മച്യൂരിറ്റി പ്രാപിക്കാനുള്ളവരാണെന്നാണ്. നാം നന്നായി വരാനുള്ളവരാണ്. നാം ബെറ്ററായി, ഏറ്റവും നല്ല ക്രിസ്ത്യൻസായി, ഏറ്റവും നല്ല ദൈവമക്കളായി തീരണമെന്നുള്ളതിന്റെ പ്രൂഫാണ് ചേസനിങ്. ബാലശിക്ഷ നമുക്ക് ലഭിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നമ്മെ കുറിച്ച് വലുത് കരുതിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് നാം ഒന്നാമതായി ഓർത്തിരിക്കുകയാണ്. ദൈവസ്നേഹത്തിന്റെ എവിഡൻസ് ആണ് ബാലശിക്ഷ ലഭിക്കുക എന്ന് പറയുന്നത്, ശിക്ഷ ലഭിക്കുക എന്ന് പറയുന്നത്. ഇവിടെ പറയാണ് മക്കൾ ആയതുകൊണ്ടാണ് ശിക്ഷിക്കുന്നത്. നാം വായിച്ച ഭാഗത്ത് അതാണ് എഴുതിയിരിക്കുന്നത്. 5-6 വാക്യങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുവല്ലോ. ആ ഭാഗങ്ങളിലൊക്കെ പറയുന്നത് മക്കളായതുകൊണ്ടാണ് ശിക്ഷിക്കുന്നത്, മക്കളല്ല എങ്കിൽ ശിക്ഷ ലഭിക്കുകയില്ല എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ബാലശിക്ഷ നമുക്ക് ലഭിക്കുന്നത്. ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടായിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കവലുടയന്മാരത്രേ. അപ്പോൾ ബാലശിക്ഷ ലഭിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത, അല്ലെങ്കിൽ എല്ലാം സ്മൂത്തായി പോകുമ്പോൾ പെട്ടെന്ന് ഒരു വിഷമം വരുന്നത്, ഒരു നഷ്ടം വരുന്നത്, ഒരു കഷ്ടം വരുമ്പോഴൊക്കെ സാധാരണ നമ്മളോട് പറയും, കണ്ടോ ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം നിനക്ക് വേണ്ടത് തരുന്നില്ല, നീ ദൈവത്തിന് വിരോധമായി ജീവിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ സാധാരണ നമ്മളോട് മന്ത്രിക്കുവാൻ പറ്റുന്ന ഇടയായിട്ടില്ല. എന്നാൽ അതല്ല ശരി, അതല്ല അതിന്റെ യാഥാർത്ഥ്യം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാധാരണ ദൈവം നമ്മൾ പഠിച്ചു വരുന്നതാണ്, ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് ശിക്ഷ. എന്നാൽ ശിക്ഷ ഇവിടെ നാം താഴോട്ട് വായിച്ചു വരുമ്പോൾ ശിക്ഷ നല്ല കാര്യമൊന്നുമല്ല. ഇവിടെ 2 പദങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ശിക്ഷയെ കുറിച്ച് പറയുന്നു, അവൻ ശാസിക്കുമ്പോൾ, അവൻ ശിക്ഷിക്കുമ്പോൾ, റെബ്യൂക്ക് ചെയ്യുക, പണിഷ് ചെയ്യുക, സ്കോട്ട്. ഈ 2 പദങ്ങളാണ് ഇതിരിക്കുന്നത്. കർത്താവ് ശാസിക്കുന്ന ഏത് രീതിയിലാണ്? ദൈവവചനം മൂലം ശാസന നമുക്ക് ലഭിക്കാം. ദൈവം നമ്മോട് ഇടപെടുമ്പോൾ കർത്താവിന്റെ ശാസനയാണ്. ശിക്ഷ എന്ന് പറയുന്നത് ഫിസിക്കൽ പണിഷ്മെന്റ് ആണ്. ഫിസിക്കലായി നമുക്ക് രോഗം, പ്രയാസം, ഭൗതിക നഷ്ടം, ക്ലേശങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉണ്ടാകുവാൻ തക്ക ഇടയായി തീരും.
പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവവേദലിന് പണിഷ്മെന്റ് ഉണ്ടായാലും നാം ഓർത്തിരിക്കേണ്ടത് സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം കൊണ്ടാണ് ശിക്ഷിക്കുന്നത്. സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എപ്പോഴും കുഞ്ഞുങ്ങളായിരിക്കണം എന്നുള്ളതല്ല. നാം വളരണം, മച്യൂർ ആകണം, പ്രായപൂർത്തിയാകണം. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രായപൂർത്തിയായ ദൈവത്തിന്റെ മക്കളായി തീരണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ 3 പ്രൂഫുകളാണ് കർത്താവിന്റെ ശിക്ഷ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്നേഹമാണെന്നുള്ളതിന് ഇവിടെ പറയുന്നത്. ഒന്ന്, ദൈവത്തിന്റെ വചനം, സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിലെ കാര്യം, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത് എന്നുള്ളത് അത് വചനത്തിൽ എഴുതിയിരിക്കുന്ന. രണ്ടാമതായി 7 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ പ്രായോഗിക ജീവിതത്തിലെ അനുഭവമാണ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ പറയാണ്, നിങ്ങൾ മക്കളെ വളർത്തുന്ന പേരൻസിനോട് പറയാണ്, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കവലടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും ഞങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ. അവനും നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. പിതാവായതുകൊണ്ടാണ് തന്റെ മക്കളെ ശിക്ഷിക്കുന്നത്. എല്ലാ പിതാക്കന്മാരും സ്വന്തം മക്കളെയാണ് ശിക്ഷിക്കുന്നത്. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കൂടി കഴിയുമ്പോൾ കുരുത്തക്കേട് കാണിക്കുന്ന അയൽവക്കക്കാരന്റെ കുഞ്ഞിനെ പിടിച്ച് 2 കൊടുക്കാൻ തോന്നും മനസ്സിൽ. പക്ഷെ കൊടുക്കാനൊക്കത്തില്ല, കാരണം അത് നമ്മുടെ മക്കളല്ലാത്തതാണ്. എന്നാൽ നമ്മുടെ പിള്ളേരാണ് അത് ചെയ്തതെങ്കിൽ മക്കളെ സ്നേഹിക്കുന്ന പിതാക്കന്മാർ, മാതാക്കൾ അവരെ ഡിസിപ്ലിൻ ചെയ്യും, അവരെ ശിക്ഷിക്കും. എന്നാൽ നമുക്ക് ഇത് ആത്മീയ പാഠത്തിൽ, ആത്മീയ വിഷയത്തിൽ ഇതാണ് ലേഖനകാരൻ പറയുന്നത്. ഇത് പ്രാക്ടിക്കൽ അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ് അവിടെ പറയുന്നത്. മക്കളായതുകൊണ്ടാണ് നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാകുന്നത്. നിങ്ങൾ കർത്താവിന്റെ ശിക്ഷ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. എല്ലാവർക്കും ലഭിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കവലടയന്മാരത്ര. ആ പദത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു സഹോദരൻ പറഞ്ഞു, പല ഇടയന്മാരുണ്ട്, അതിലൊരു ഇടയനാ കവലടയൻ എന്ന് പറഞ്ഞു പ്രസംഗിച്ചതാണ്. അവിടെ വായിക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം അറിയാൻ, നല്ല രീതിയിൽ ഉണ്ടാകാത്ത മക്കളെ കുറിച്ച് പറയുന്ന പദമാണത്. അല്ലാതെ അവിടെ വേറെ ഇടയനല്ല അത് പറയുന്നത്, ഇടയനെ കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ മക്കളായതുകൊണ്ടാണ് പിതാവ് ശിക്ഷിക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. അപ്പോൾ മുമ്പേ നാം ചിന്തിച്ചത് ദൈവത്തിന്റെ ബാലശിക്ഷ ലഭിക്കുന്നെങ്കിൽ ഒന്നാമത് ഓർത്തിരിക്കേണ്ടത് നാം വളരാൻ പോവുകയാണ്, നാം വളരാനുള്ളവരാണ്. രണ്ടാമത് ഓർത്തിരിക്കേണ്ടത് ദൈവത്തിന്റെ ബാലശിക്ഷ ലഭിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ റിയൽ മക്കളാണ്, മക്കൾക്കാണ് ഇത് കിട്ടുന്നത്. വേദപുസ്തകമൊക്കെ നാം ഒന്ന് പരിശോധിച്ച് നോക്കുക. ദൈവം ഏറ്റവും അധികമായി സ്നേഹിച്ച, ദൈവം ഏറ്റവും അധികം അനുഗ്രഹിച്ച തന്റെ മക്കൾക്കൊക്കെ സാധാരണ മനുഷ്യർക്കില്ലാത്ത ശോധനകളാണ് വന്നിട്ടുള്ളത്. അതിന്റെ എല്ലാം നടുവിൽ അവർ ധൈര്യമായി നിന്നതുകൊണ്ട്, അത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട് ദൈവം അവരെ ലജ്ജിപ്പിച്ചില്ല. പിതാവിന്റെ സ്നേഹം അവർക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ തക്കം ഇടയായി തീർന്നു. നാം രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ളതിന്റെ അടയാളമാണ്, നാം ദൈവമക്കളാണ് എന്നുള്ളതിന്റെ അടയാളമാണ് ദൈവത്തിന്റെ ബാലശിക്ഷ നമുക്ക് ലഭിക്കുന്നത്. നാം ബാലശിക്ഷ വേണ്ട എന്ന് പറയുന്നെങ്കിൽ, അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹമുള്ള ശിക്ഷണം നാം നിരസിക്കുകയാണ് ചെയ്യുന്നത്, അത് ഇഗ്നോർ ചെയ്യുകയാണ്, അത് വേണ്ട എന്ന് നാം വെക്കുകയാണ് ചെയ്യുന്നത്. അത് പാടില്ല എന്നാണ് ലേഖനകാരൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കൗണ്ടർ ഫീറ്റായി അല്ലെങ്കിൽ ഇല്ലെറ്റിമേറ്റ് ആയിട്ടുള്ളതായ മക്കളല്ല നാം ദൈവത്തിന്റെ റിയൽ മക്കളാണ്. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ശിക്ഷ ലഭിക്കുവാൻ ഇടയാക്കിയത്. ഈ ലോകത്തിലെ പിതാക്കന്മാരൊക്കെ ശിക്ഷിക്കുന്നതിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, തൽക്കാലത്തേക്കാണ്. എന്നാൽ ആ ശിക്ഷയുടെ ഉദ്ദേശം എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ് ശിക്ഷിക്കുന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്.
അവരെ റെസ്പെക്ട് ചെയ്യുവാനായി, അവര് ബഹുമാനിക്കേണ്ടതിനായിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്നതായ കാര്യങ്ങൾ അനുസരിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ ശിക്ഷ ലഭിക്കുവാൻ തക്കുന്ന ഇടയായിത്തീരുന്നത്. ഇവിടെ 9-ാം വാക്യത്തിൽ നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അപ്പോൾ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക്, മക്കൾക്ക് ശിക്ഷണം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ഒബീഡിയൻസ് അവർ പഠിക്കണം, സബ്മിഷൻ അവർ പഠിക്കണം. സബ്മിഷൻ പഠിക്കാതെ, ഒബീഡിയൻസ് പഠിക്കാതെ ഒരൊറ്റ കുഞ്ഞു പോലും വളർന്നു വന്ന് ലോകത്തിലെ നേതാക്കന്മാരായി, ലീഡേഴ്സായി തീർന്നിട്ടില്ല. കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് ഒബേ ചെയ്ത് കീഴ്പ്പെട്ട് സബ്മിഷൻ പഠിച്ചവർക്ക് മാത്രമേ, ആ ട്രെയിനിങ് ലഭിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരെ കീഴാക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേലിൽ ലീഡറായിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അവർ വളരണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്ന 9-ാമത്തെ വാക്യത്തിൽ നാം അവർക്ക് വണങ്ങി പോന്നുവല്ലോ. നാം 10-ാം വാക്യം, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കണം, നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അധികമായി കീഴടങ്ങി ജീവിക്കണമെങ്കിൽ അവന്റെ ശിക്ഷണം നാം അനുഭവിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ 3 ബ്ലോക്കുകളാണ് ബാലശിക്ഷ ദൈവം തരുന്നു എങ്കിൽ അത് നിരസിക്കരുത് എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പ്ലാനാണെന്നുള്ളത് പറയുന്നത്. അതിലൊന്ന് ദൈവത്തിന്റെ വചനം, രണ്ടാമതായിട്ട് പറയുകയാണ് നാം മക്കളാണെന്നുള്ളതിന്റെ ഉറപ്പ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് അത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത് 11 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങളിൽ അതിന്റെ ബ്ലെസ്സഡ് റിസൾട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്ര എന്ന് തോന്നുന്നു. അപ്പോൾ ബാലശിക്ഷ അല്ലെങ്കിൽ ശിക്ഷണം, ഡിസിപ്ലിൻ ലഭിക്കുന്നത് കൊടുക്കുന്ന പേരൻസിനും അത് സന്തോഷമുള്ള കാര്യമല്ല, ലഭിക്കുന്ന മക്കൾക്കും അത് സന്തോഷമുള്ള കാര്യമല്ല. എന്നാൽ അവിടെ പറയുകയാണ് സന്തോഷകരമല്ല എന്ന്, ദുഃഖകരമാത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അഭ്യാസം വന്നവർക്ക് സാധാരണഗതിയിൽ മനസ്സോടെയല്ല, അല്ലെങ്കിൽ ഇഷ്ടമുണ്ടായിട്ടല്ല പേരൻസ് മക്കളെ ശിക്ഷിക്കുന്നത്. പക്ഷേ ശിക്ഷ അവർക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്, എങ്കിലേ അവർ നന്നാകുകയുള്ളൂ. അപ്പോൾ അവരെ അത് ഹത്യ ചെയ്യുന്നതാണ്, കുഞ്ഞുങ്ങളെയും അത് ഹത്യ ചെയ്യുന്നതാണ്, രണ്ടുപേരെ ഹത്യ ചെയ്യുന്നതാണ്. പക്ഷെ ദുഃഖകരമാണ്. ആദ്യം ഇത് ദുഃഖകരമായിട്ട് തോന്നുന്നു, എന്നാൽ പിന്നീട് അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ അത് വളരെ വലുതാണ്. ബെനിഫിറ്റ്സ് പലതാണ് ഇവിടെ പറയുന്നതെന്ന്. അവിടെ നീതി എന്ന സമാധാന ഫലം ലഭിക്കും, അഭ്യാസം വരും. പിന്നത്തേതിൽ അതിനാൽ അഭ്യാസം വന്നവർക്ക് സ്പിരിച്വൽ മാറ്റേഴ്സിന് എക്സർസൈസ് ചെയ്യുവാൻ തക്കമാണ് ഇടയായിത്തീരുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മീയമായി ദൈവത്തിന്റെ ശിക്ഷണം ലഭിക്കുമ്പോൾ ദൈവവചനം വായിക്കുവാൻ നമുക്ക് കൂടുതൽ താല്പര്യം വരും, ധ്യാനത്തിനായി കൂടുതൽ താല്പര്യം വരും, അധികം പ്രാർത്ഥനയ്ക്ക് താല്പര്യം വരും, അധികം ദൈവത്തെ ആരാധിക്കുവാൻ, സ്നേഹിക്കുവാനുള്ള താല്പര്യം നമുക്കുണ്ടാകും. അങ്ങനെ സ്പിരിച്വൽ എക്സർസൈസ്, ആത്മീയമായി നാം കൂടുതൽ ആത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യൻ നിലപ്പെടുവാനുള്ള എക്സർസൈസ് നമുക്ക് ലഭിക്കുവാൻ തക്കുന്ന ഇടയായിത്തീരും. രണ്ടാമത് പറയാണ് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ശിക്ഷ ലഭിച്ചു കഴിയുമ്പോൾ, ബാലശിക്ഷ ലഭിച്ചു കഴിയുമ്പോൾ നാം അത് സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവവുമായുള്ളതായ ആ നല്ല ബന്ധത്തിലാകുവാൻ തക്കുന്ന ഇടയായിത്തീരും. അത് നമുക്ക് വളരെ സന്തോഷത്തെ നൽകി തരുന്നതാണ്. നമുക്ക് വലിയതായ പീസ് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുവാൻ, സമാധാനം അനുഭവിക്കുവാൻ തക്കണം ഇടയായി തീരുന്നതാണ്. അപ്പോൾ പിതാക്കന്മാർക്ക് കീഴടങ്ങി അവരുടെ ഇഷ്ടം ചെയ്യുവാനായി ശിക്ഷ ലഭിക്കുന്നു എങ്കിൽ നാം നമ്മുടെ സ്വർഗീയ പിതാവിനെ കീഴ്പ്പെടുവാൻ വേണ്ടി അവൻ നമ്മെ ബാലശിക്ഷയിലൂടെ കടത്തിവിടുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നാം സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്, സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. 12-13 വാക്യങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചുവല്ലോ. ഈ എഴുതിയ ലേഖനക്കാരൻ പൗലോസ് അപ്പോസ്തലനായിരിക്കാം, സ്പോർട്സിൽ വളരെ ഇഷ്ടമുള്ള ആളായിട്ടാണ് തന്റെ ലേഖനങ്ങൾ പലയിടത്തും എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ 12-13 വാക്യങ്ങളെ കുറിച്ച്
എഴുത്തുകാർ പറയുന്നത്, വേദപണ്ഡിതാക്കൾ പറയുന്ന ഒരു കോച്ച് തന്റെ ടീം അംഗങ്ങളോട് സംസാരിക്കുന്നത് പോലെയുള്ള കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുകയും മുടന്നുള്ളത് ഉലക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുകയും. യെശയ്യാപ്രവചനം 35-ാം അധ്യായം 3-ാം വാക്യം, സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 26-ാം വാക്യം, ഇവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതേ പദം തന്നെയാണ്. തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, കൈയൊക്കെ ഉയർത്തണം. ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്, സ്ട്രെങ്തൻ യുവർ നീസ്, ഗെറ്റ് ദോസ് ലേസി ഫീറ്റ്സ് ഓൺ ദ ട്രാക്ക്. നിങ്ങളുടെ തളർന്നിരിക്കുന്ന, ഉപയോഗിക്കാൻ കഴിയാത്ത, ബലഹീനമായിരിക്കുന്ന കാലുകളൊക്കെ ട്രാക്കിൽ എടുത്തു വെച്ചിട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗെറ്റ് സെറ്റ് ആൻഡ് ഗോ. ശരിയായി നിങ്ങളുടെ കാലൊക്കെ ഓർത്ത് വെച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ട് സഫറിംഗ് ഉണ്ടോ, പ്രയാസമുണ്ടോ, ക്ഷീണമുണ്ടോ, മറ്റുള്ളവരെന്നുള്ള പീഡകളുണ്ടോ, അതൊന്നും സാരമില്ല എന്നെക്കൊണ്ട് മുന്നോട്ട് പോകണം. അതിന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയുമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, യേശുവിനെ നോക്കണം. യേശുവിനെ നോക്കിയാൽ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവൻ, നമുക്ക് വേണ്ടി ഏറ്റവും ക്രൂരമായ ശിക്ഷ സഹിച്ചവൻ. രണ്ടാമത് പറയുകയാണ്, അവൻ നമ്മെ ശിക്ഷിക്കുന്നുവെങ്കിൽ, ബാലശിക്ഷ നമുക്ക് ലഭിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിദർശനമാണ്, പ്രദർശനമാണ്, പ്രകടനമാണ്. അവൻ പിതാവായതുകൊണ്ടാണ്, നാം മക്കളായതുകൊണ്ടാണ്, നാം വളരാൻ വേണ്ടിയാണ്. അവൻ ഇന്ന് പൽക്കാലം ആ ചിഹ്നം നമ്മിൽ ധരിക്കുവാൻ തക്കം ഇടയായി തീരണം. ജീവൻ സഞ്ചാരി ഞാൻ എന്നുള്ള പാട്ട്, അതിന്റെ ഒടുവിലത്തെ അടി നാം പാടാറുണ്ടല്ലോ. ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും ചേലരും തൻ സ്നേഹം കുറഞ്ഞു പോയിട. ഞാൻ ചിലപ്പോഴൊക്കെ അർത്ഥം ചിന്തിക്കാതെ അങ്ങ് പാടിപ്പോകും. ചിലര് പാടുന്ന കേട്ടിട്ടുണ്ട്, ചേലരും തൻ സ്നേഹം കുറഞ്ഞു പോയിടാമെന്ന്. അതത്ര തെറ്റാണെന്ന് അറിയാമോ? അങ്ങനെ ആരും പാടരുത്. പോകത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിൽ